കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷൻ 2020 ഏറ്റവും കൂടുതൽ കേരളത്തിലെ മീഡിയയും അതേപോലെ തന്നെ നാഷണൽ മീഡിയയെയും കിഴക്കമ്പലം സാബു ജേക്കബിന്റെ 2020 പറ്റി വലിയ രീതിയിലാണ് പ്രകീർത്തനമുണ്ടായത്. കിഴക്കമ്പലം മാറ്റി അതിനുശേഷം 2020 സാബു ജേക്കബ് മറ്റുള്ള 4ഓളം പഞ്ചായത്ത്, ടോട്ടൽ 4ഓളം പഞ്ചായത്ത് സാബു ജേക്കബിന്റെ 2020 നേട്ടം കൊയ്തു, പിടിച്ചെടുത്തു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, പഞ്ചായത്ത് ഇലക്ഷന് ഡിക്ലെയർ ചെയ്ത സമയത്ത് ഒരു ട്രെൻഡ് അനുസരിച്ച് ഞാൻ പറഞ്ഞ പ്രാവശ്യം സാബു ജേക്കബ് അരവിന്ദ് കേജ്രിവാളിൻ്റെ സ്ഥിതി പോലായി മാറും. കാരണം ഒരു കോർപ്പറേറ്റ് കൾച്ചറിന് ഇന്ത്യയിലെ പൊളിറ്റിക്കൽ പാർട്ടിയും ഒരു പൊളിറ്റിക്കൽ ഫോഴ്സിനെയും മുന്നോട്ട് പോയി ഇലക്ഷനിൽ ജയിപ്പിക്കാൻ പ്രയാസമാണ്. ഇത് ഒരു സന്ദർഭത്തിൽ പറ്റി 2 സന്ദർഭത്തിൽ നടക്കും. ഫർദർ അങ്ങോട്ട് പോകുമ്പോൾ ഇതിന് കോട്ടമുണ്ടാകും. അതായത് കിഴക്കമ്പലത്ത് പ്രതിപക്ഷമേ ഇല്ലായിരുന്നു കഴിഞ്ഞ 2 പ്രാവശ്യം. പിന്നെ എങ്ങനെ സാബു ജേക്കബ് ഇപ്രാവശ്യത്തെ 2025 ഇലക്ഷനിൽ 7ഓളം സീറ്റുകൾ പോയി അയാൾ സാബു ഉദ്ദേശിച്ച പ്രസിഡന്റ്, അതായത് പഞ്ചായത്ത് പ്രസിഡന്റ് കാൻഡിഡേറ്റ് അവർ തോറ്റും പോയി. മറ്റുള്ള 2 പഞ്ചായത്ത് പോയി. അതായത് സാബു ജേക്കബിന്റെ പാർട്ടിക്ക് കാര്യമായി ഒന്നും ചെയ്യാൻ പറ്റിയില്ല, പ്രതിപക്ഷത്തായി പോയി. ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ത്യൻ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് കോർപ്പറേറ്റ് കൾച്ചർ അല്ല. അതായത് ഏറ്റവും പ്രാധാന്യമുള്ള ഘടകം. ഇന്ത്യൻ സാബുവിനെ കിഴക്കമ്പലത്ത് നേരത്തെ ജയിപ്പിച്ചതൊക്കെ തന്നെ പൊളിറ്റിക്സ് ഉള്ളവരും പൊളിറ്റിക്സ് അറിയാവുന്നവരും അതെല്ലാം മാറ്റി വെച്ച് സാബുവിന് വോട്ട് ചെയ്തു 2020. അതുപോലെ അത് ഫോളോ ചെയ്ത് 2020 ഈ പറയുന്ന വേറെ 3ഓളം പഞ്ചായത്ത്, ടോട്ടൽ 4ഓളം പഞ്ചായത്ത് സാബുവിൻ്റെ പാർട്ടിക്ക് വോട്ട് ചെയ്തു. അതായത് ഒരു മാറ്റം വേണം. മനസ്സിലാക്കുക, ഇതൊക്കെ കോൺഗ്രസിന് സ്വാധീനമുള്ള ഏരിയയാണ്. പക്ഷെ അവിടെ CPM ഉണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുണ്ട്. അപ്പം ഇവരെല്ലാം കൂടി ഒരുമിച്ച് സാബുവിന് വോട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് 2020 ഈ 4ഓളം പഞ്ചായത്തുകൾ കിട്ടുന്നത്. അതിനകത്ത് പല പഞ്ചായത്തിലും പ്രതിപക്ഷമില്ല. കിഴക്കമ്പലത്ത് പ്രതിപക്ഷമില്ലായിരുന്നു, നേരെ തിരിച്ചായി പ്രതിപക്ഷമുണ്ട്. അതായത് സാബു ഉദ്ദേശിക്കുന്ന അല്ല രാഷ്ട്രീയം, കോർപ്പറേറ്റ് കൾച്ചർ അല്ല രാഷ്ട്രീയം. സാബു അത് പറയുന്നു, LDFും UDFും അവർ ഒരുമിച്ച് നിന്നാണ് മത്സരിക്കുന്നത്. ഇപ്രാവശ്യം എല്ലാം കോൺഗ്രസിനെ ജയിപ്പിക്കും, അതിനുശേഷം അടുത്ത ഇലക്ഷനിൽ ഇവര് പാച്ചപ്പ് ചെയ്ത് ശ്രീനിജിന് വേണ്ടി വോട്ട് ചെയ്യുക. ഇതൊക്കെ രാഷ്ട്രീയത്തിലുള്ളത്. ഇത് പുതിയ കാര്യമൊന്നുമല്ല സാബു. ഇതൊക്കെ ഒരാളെ തോൽപ്പിക്കാൻ വേണ്ടി മറ്റുള്ള കക്ഷികൾ ഒരുമിച്ചാകും. അതിൻ്റെ ഐഡിയോളജിയുടെ കാര്യമൊന്നുമില്ല. അതാണ് സാബുവിന് രാഷ്ട്രീയം അറിയത്തില്ല എന്ന് പറഞ്ഞത്. ഇനി ഫർദർ ഈ സാബു എത്ര ആൾ ഈ രാഷ്ട്രീയം കൊണ്ടുപോയി? ഇപ്രാവശ്യം പഞ്ചായത്ത് ഇലക്ഷൻ ശരിക്കും സ്പെൻഡ് ചെയ്തു. അല്ല, ഇലക്ഷന് പണം സ്പെൻഡ് ചെയ്യാതെ ഇലക്ഷൻ മത്സരിക്കാൻ സാധിക്കത്തില്ല. Z, അതായത് ഏത് പൊളിറ്റിക്കൽ പാർട്ടി എങ്ങനെയൊക്കെ സ്പെൻഡ് ചെയ്യുന്നു ആ രീതിയിലൊക്കെ സാബു സ്പെൻഡ് ചെയ്തു. ഉറപ്പായിട്ടും സാബുവിൻ്റെ ബിസിനസ് മണിയാണ് സ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അതിനും പരിധിയുണ്ട്. ഈ പറയുന്ന ന്യായവില മാർക്കറ്റ് ഉണ്ടാക്കി ആ സംഭവത്തിൽ ഞാൻ പറഞ്ഞു, ഇതൊന്നും ഒരു ലോങ് റണ്ണിൽ പോകത്തില്ല. ലോങ് റണ്ണിൽ നിങ്ങൾ എത്രമാത്രം പണം കൊടുത്ത് സൂചിപ്പിക്കാൻ പറ്റും ആലോചിച്ച് നോക്ക്. എത്രമാത്രം CSR ഫണ്ട് കൊടുത്ത് നിങ്ങൾ എത്രമാത്രം ഫീഡ് ചെയ്യാൻ പറ്റും സ്വന്തം പണം കൊടുത്ത്. അതിൽ ഗവൺമെന്റ് എന്ന് പറയുന്നത്, ഗവൺമെന്റിന്റെ ഫണ്ടും പഞ്ചായത്തിന്റെ ഫണ്ടും എന്നൊക്കെ പറയുന്നത് വേറെയാ. അത് ടാക്സിൽ നിന്നുണ്ടാകുന്ന ഗവൺമെന്റിന്റെ ഫണ്ടും മറ്റുള്ള പല സ്കീമിലുള്ള ഫണ്ടും വെച്ചാണ് പലതും ചെയ്യുന്നത്. അതല്ല ഒരു കേരളത്തിലൊരു മുതലാളി കയറി ഞാൻ ഇതൊക്കെ അങ്ങ് ചെയ്യാം. അതിന് സാബു ജേക്കബ്, എലോൺ മസ്കൊക്കെ ആയിരിക്കണം ഇത്രയും പണം സ്പെൻഡ് ചെയ്യാൻ. ഇത് നോൺസെൻസ് ആണ്. അത് ഉദ്ദേശിക്കുന്ന ആൾക്കാര് അത്രമാത്രം പണമൊന്നും സാബുവിൻ്റെ ഒന്നുമില്ല. ഈ പറയുന്ന എക്സ്പോർട്ടും പരിപാടികളൊക്കെയാണ്. അതിനകത്ത് ശരിക്കും അടിയും കിട്ടിയിട്ടുണ്ട്. കാരണം പഴയ പോലെ സംഭവം നടക്കത്തൊന്നുമില്ല. ആന്ധ്രാപ്രദേശ് പ്ലാന്റ് ഉണ്ട്, അത് വേണ്ടാന്ന് വെച്ചു. തെലങ്കാനയിൽ കട്ട് ഡൗൺ ചെയ്തു, കാരണം അമേരിക്കൻ ടാരിഫ്. പഴയ പോലുള്ള സാധനമൊന്നും സാബുവിൻ്റെ ലിറ്റിൽ സ്റ്റാർ ഈ സാധനമൊന്നും അമേരിക്കൻ മാർക്കറ്റിൽ കാണാനില്ല. ഒരു 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 കോർപ്പറേറ്റ് മുതലാളിക്ക് ഇതിൽ കൂടുതലൊന്നും നിങ്ങൾ ഉദ്ദേശിക്കരുത്.
ഫർദറായിട്ട് സാബു എത്രമാത്രം സ്പെൻഡ് ചെയ്ത് അവിടെ കിഴക്കമ്പലത്തും മറ്റുള്ള പഞ്ചായത്ത് റൺ ചെയ്യാൻ പറ്റും? അതായത് എന്താണ്, ഞാൻ കൃത്യമായിട്ട് പറയാം, സാബുവിന് ഇത് ഫർദർ റൺ ചെയ്യാൻ പറ്റത്തില്ല. ഈ പാർട്ടി ഇനി നിയമസഭാ ഇലക്ഷൻ മത്സരിക്കത്തില്ല, പൊതുവെ അങ്ങനെ എനിക്ക് തോന്നുന്നു. പാർലമെന്റ് ഇലക്ഷനിൽ മത്സരിക്കത്തില്ല. അതായത് വീണ്ടും അടുത്ത 5 വർഷം ഉറപ്പായിട്ടും അതിനു മുമ്പ് സാബുവിന്റെ 2020 പൂട്ടുകെട്ടി പോകും, 100% പോകും. എത്രമാത്രം സോഷ്യൽ മീഡിയ പേജിൽ കൊണ്ട് ആൾക്കാരെ കൊണ്ട് PR നടത്തുന്നതിനൊക്കെ പരിധിയുണ്ട്, അതിനൊക്കെ ലിമിറ്റേഷൻ ഉണ്ട്. ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ സ്പെൻഡ് ചെയ്ത പൊളിറ്റിക്കൽ പാർട്ടിയായിരുന്നു ഒരു സമയത്ത് ആം ആദ്മി പാർട്ടി. ഏറ്റവും കൂടുതൽ ഗവൺമെന്റ് ഫണ്ട് വരെ കൊടുത്തു കേജ്രിവാൾ മുഖ്യമന്ത്രിയായിട്ടൊരു സമയത്ത്, പല റൂട്ടിൽ കൂടി. എന്നിട്ട് അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. അതായത് ഒരു സ്റ്റേറ്റ് ഭരിച്ച, ഡൽഹി പോലൊരു സ്റ്റേറ്റ് ഭരിച്ച കേജ്രിവാൾ ഇത്രമാത്രം ഫണ്ട് ചെയ്തിട്ട് പോലും അതിന് പരിമിതി ഉണ്ടായിരുന്നു. അപ്പൊ അതിനെയൊന്നും ഒരു സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്ന സാധനം വലിയ പാടാ, പൊളിറ്റിക്കൽ സസ്റ്റൈനബിലിറ്റി. അതിന് എപ്പോഴും ഫണ്ട് ഫീഡ് ചെയ്ത് സ്വന്തം പോക്കറ്റിൽ നിന്ന് പണമിറക്കി ഒരു പരിധി കഴിയുമ്പോൾ അതങ്ങ് ഇതാവും. അതായത് നിങ്ങളൊരു ജനങ്ങൾക്ക് ഫീഡ് ചെയ്യുമ്പോൾ, പല കാര്യങ്ങളും കൊടുക്കുമ്പോൾ, ഫ്രീ ആയിട്ട് പലതും കൊടുക്കുമ്പോൾ, ഈ കിട്ടുന്ന ആൾക്കാരിങ്ങനെ എക്സ്ട്രാ വേണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അതാണ് ഇതിൻ്റെ പ്രശ്നം. അതാണ് ഈ ഗവൺമെന്റ് സ്കീമിൽ നമ്മൾ വ്യത്യാസം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ പല കോർപ്പറേറ്റുകൾ എത്രയോ പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടാക്കിയാൻ, ബാക്കപ്പ് ചെയ്താൻ. നിങ്ങൾ ഈ പവൻ കല്യാൺ എന്ന് പറഞ്ഞ ആന്ധ്രയില് ചന്ദ്രബാബു നായിഡുവിൻ്റെ കൂടെ ഇപ്പോൾ കൂട്ടുമന്ത്രിസഭയിലുള്ള ഒരാളുണ്ട്. അയാളുടെ രാഷ്ട്രീയം എടുക്കുക. എങ്ങനെയാണ് അയാൾ വന്നത്? അത് ഫൈറ്റ് ചെയ്ത് എന്നിട്ട് ജനങ്ങളുടെ പണത്തോടു കൂടിയാണ് ആ പൊളിറ്റിക്കൽ പാർട്ടി സ്റ്റെബിലൈസ് ചെയ്തതിൻ്റെ സിനിമാണെന്നൊക്കെയാണ്. ഇവിടെ പോപ്പുലർ ഫിഗറും കൂടിയാണ്. അതേപോലെ തന്നെ വിജയ് തമിഴ്നാട്ടിൽ എങ്ങനെയാണ് അവിടെ ഫിഗർ ഔട്ട് ചെയ്ത് പോകുന്നതെന്ന് നോക്കുക. ഇത് സാബു ഉദ്ദേശിക്കുന്ന അക്വിസേഷൻ, ബെന്നി ബെഹ്നാൻ ഇതാണ് ടാർജറ്റ്. അതേപോലെ തന്നെ ശ്രീനിജൻ ഇതാണ് ടാർജറ്റ്. ശ്രീനിജനും ബെന്നി ബെഹനാനും അല്ല ടാർജറ്റ്. കേരളത്തിലെ പൊതുസമൂഹം, അതായത് അവിടെ വോട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് കൊടുക്കുന്നൊരു അജണ്ടയുണ്ട്. നിങ്ങൾ എത്രമാത്രം സ്വന്തം പോക്കറ്റിൽ നിന്ന് പണം മുടക്കി റോഡുകൾ വൃത്തിയാക്കാൻ പറ്റും? എത്രമാത്രം നിങ്ങൾ സ്വന്തം പണം മുടക്കി അവിടെ വീടുകൾ ഉണ്ടാക്കി നടക്കും? ഇതിനൊക്കെ ലിമിറ്റേഷനുണ്ട്. അതായത് മനസ്സിലാക്കേണ്ടത്. അതായത് ഈ പറയുന്ന ഷോപ്പിൽ കൂടെ സാധനം 50% മാർക്കറ്റിൽ നിന്ന് കുറച്ച് കൊടുക്കുക, അത് കുറച്ച് കൊടുക്കുക, ഇത് കുറച്ച് കൊടുക്കുക, ഇതിനൊക്കെ പരിമിതിയുണ്ട്. ഇത് ഫർദർ ചെയ്യാൻ പറ്റത്തില്ല. അതായത് വീണ്ടും ഞാൻ പറയുന്നത്, സാബു ഈ പറയുന്ന ഈ മാർക്കറ്റ് ഉണ്ടല്ലോ, ന്യായവില മാർക്കറ്റ്, ഈ പുല്ലൊന്നും ഇനി തുറക്കാനൊന്നും പോകുന്നൊന്നുമില്ല. ഇത്രമാത്രം അത് ഫണ്ട് ചെയ്യണം. ഇനി സാബുവും കൂടെ ആലോചിക്കും, ഇത്രയും കൊടുത്തിട്ട് ഇത്രയേ ഉള്ളൂ. കാരണം അയാളുടെ പൊളിറ്റിക്കലായിട്ടുള്ള അയാൾ ഉദ്ദേശിച്ച പരിപാടികളൊന്നും നടന്നിട്ടില്ല. തോൽവി അളയിറ്റ് വാങ്ങി. ഇനി അത് ഉദ്ദേശിക്കും ഞാനെന്തിനാ ഇനി ഫർദർ ഫണ്ട് ചെയ്യുന്നേ? അതിനേക്കാൾ നല്ല വൈൻഡപ്പ് ചെയ്യുക. അതായത് വീണ്ടും പറയുന്നു, ഇതേപോലെയുള്ള ഇൻഡിവിജ്വൽ പൊളിറ്റിക്കൽ ഫോഴ്സ് ഇന്ത്യയിൽ പിടിച്ചു നിൽക്കത്തില്ല. വലിയ പാടാണ് അത്. ഇന്ത്യയുടെ രാഷ്ട്രീയം അതാണ്, ഇന്ത്യയുടെ ജനാധിപത്യ സ്വഭാവം അതാണ്. അപ്പം അവർക്കൊരു ഇൻഡിവിജ്വൽ സംഭവം അതൊക്കെ കൊള്ളാം, ആള് നല്ലതാ, കറപ്ഷൻ ഇല്ല, അതില്ല, ഇതില്ല, ഇഷ്ടം പോലെ സാധനങ്ങൾക്കെല്ലാം വില കുറവ്, അതുണ്ട്, ഇതുണ്ട്. അതിന് ഒരു പരിധിയുണ്ട്. ഇനി പിണറായി വിജയൻ ഇനി കിറ്റ് കൊടുത്ത് ജയിക്കാൻ പറ്റത്തില്ല. അതിന് പകരം എന്തുവാ, വേറെ എന്തെങ്കിലും സംഭവം കൊണ്ടുവരണം. അതിന് ഗവൺമെൻറ് പണമില്ല. ബീഹാർ ഇലക്ഷൻ എടുക്കുക, 10,000 രൂപ പെണ്ണുങ്ങളുടെ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞപ്പോൾ വലിയ ഭൂരിപക്ഷത്തിൽ നിതീഷും BJP ജയിച്ചു. അത്രമാത്രം ഹ്യൂജ് ഫണ്ട്, അതിൻ്റെ എമൗണ്ട് എനിക്ക് ഓർമ്മയില്ല, ഹ്യൂജ് മണിയാണ് അതിനുവേണ്ടി സ്പെൻഡ് ചെയ്തത്. തമാശയല്ല ഇത്, ഒരിക്കലും ഇത് തമാശയല്ല രാഷ്ട്രീയം. നിങ്ങൾക്ക് ഒരു പഞ്ചായത്ത് മെയിൻറ്റെയിൻ ചെയ്ത് 4 പഞ്ചായത്ത് അവിടുന്ന് വീണ്ടും എക്സ്പാൻഡ് ചെയ്യണം. അതേപോലെ അസംബ്ലി എക്സ്പാൻഡ്, ഇതൊന്നും നടക്കത്തില്ല. അതേപോലെ ഇത് സാബു കാണിച്ച് ഏറ്റവും വലിയ ബ്ലണ്ടർ എന്ന് പറയുന്നത്, അയാളൊരു സെക്കൻഡറി ലീഡേഴ്സിനെ കൊണ്ടുവന്നില്ല. എല്ലാ സാബുവാണ്. പത്രക്കാരോട് സംസാരിക്കുന്ന സാബുവാണ്, അവിടെ പോകുന്ന സാബുവാണ്, ഇവിടെ പോകുന്ന സാബുവാണ്. പുതിയ ലീഡേഴ്സ് ആരും ഇല്ല, അവരുടെ ഫേസും ഇല്ല. എന്താ സാബു കൊണ്ടുവരാതെ? അയാൾക്ക് പേടിയോ? വന്നു കഴിഞ്ഞാൽ നാളെ ഹൈജാക്ക് ചെയ്യൂ. അപ്പം അങ്ങനെ പേടിയുള്ളവർക്ക് ജനാധിപത്യ
ഒരു സംവിധാനത്തിൽ പൊളിറ്റിക്കൽ പാർട്ടി റൺ ചെയ്യാൻ പാടാം. അല്ലെങ്കിൽ ഈ പറയുന്ന ആൾക്കാർ ഇത്ര മണ്ടന്മാരാണ് കൊണ്ടുവരുന്നത് പല പൊളിറ്റിക്കൽ പാർട്ടിയും. എന്താണ് കേജ്രിവാളിന് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം? പുതിയ ആൾക്കാരെ കൊണ്ടുവരുന്നില്ല, അവരെ അങ്ങ് ഒതുക്കാൻ തുടങ്ങി. അതിനകത്തുള്ള പല പൊളിറ്റിക്കൽ പാർട്ടി ലീഡേഴ്സിന്, ആം ആദ്മി പാർട്ടി ലീഡേഴ്സിന് അവരത് വിട്ടിട്ട് പോയി. കാരണം ഇയാളുടെ സ്വഭാവമുണ്ട്. അങ്ങനെയാണ് ആം ആദ്മി പാർട്ടി നശിച്ചു പോകുന്നത്. അതേപോലെയാണ് സാബുവിനും ഉണ്ടായേക്കുന്നത്. അതായത് ഇന്ത്യൻ പൊളിറ്റിക്സിനെ പറ്റി ബേസ് അറിയാത്തൊരു മനുഷ്യനാണ് സാബു. നല്ല വിവരക്കാരനാണ്. അയാളുടെ ഉദ്ദേശ ലക്ഷ്യമൊക്കെ ഉള്ള അതും നടക്കാൻ പോകുന്നില്ല. 1 or 2 വർഷം കഴിയുമ്പോൾ സാബു ഈ പറയുന്ന 2020 അടച്ചു പൂട്ടും. അയാൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. എത്രമാത്രം സ്പെൻഡ് ചെയ്താൽ കൊണ്ടുവന്നത്. അത് ഡിക്റ്റേറ്ററായിട്ട് പുള്ളിയാണ് എല്ലാ കാൻഡിഡേറ്റ്സിനെയും തീരുമാനിക്കും. നടക്കുന്ന കാര്യമാണോ? ജനാധിപത്യത്തിൻ്റെ ഒരു സ്വഭാവമുണ്ട്. ആ സ്വഭാവം അനുസരിച്ചാണ് കാൻഡിഡേറ്റ്സിനെ ഫിക്സ് ചെയ്യുന്നത്. അതല്ലാതെ ഒരു ഡിക്റ്റേറ്റർ വന്നിട്ട് ഞാൻ ഫിക്സ് ചെയ്യുന്ന കാൻഡിഡേറ്റ് അവർ ജയിച്ചിരിക്കണം, അവർ വോട്ട് ചെയ്യണം, അല്ലെങ്കിൽ അവർ നന്ദിയില്ലാത്തവരാണെന്നൊക്കെ പറയുന്നത് നോൺസെൻസാണ്. അതായത് സാബുവിന് വെളിവുമില്ല. അതായത് ജനാധിപത്യ ഇന്ത്യയെ പറ്റി യാതൊരു ബോധവും, പൊളിറ്റിക്കൽ പാർട്ടി എങ്ങനെ വർക്ക് ചെയ്യുന്നു അതിനെപ്പറ്റി ഒരു ബോധവുമില്ല. അതാണ് എൻ്റെ കാര്യം. ആ രാഷ്ട്രീയം ഇന്ത്യയിലും കേരളത്തിലല്ല, ഇന്ത്യയിൽ ഒരു സ്റ്റേറ്റിലും രക്ഷപ്പെടത്തില്ല. അത് വീണ്ടും ആവർത്തിക്കും. 2020 രാഷ്ട്രീയം വരാൻ പോകുന്ന 2 or 3 വർഷത്തിനുള്ളിൽ കംപ്ലീറ്റ് ആയിട്ട് കടയടച്ചു കൂട്ടും. ഇതാണ് ഉണ്ടാകാൻ പോകുന്നത്.